ബിസിനസ്സിൽ കടങ്ങളില്ലാത്തൊരവസ്ഥ നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ ഈ കടം കൊടുക്കുന്നതും അതിൻ്റെ പൈസ തിരിച്ചു കിട്ടുന്നതും സംബന്ധിച്ച് ബിസിനസ്സുകാർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇന്നലെ അവിചാരിതമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നിയത്. ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരാൾ സാധനങ്ങൾ കടത്തിന് തരുന്നുണ്ടെങ്കിൽ, ഒരു 15 ദിവസത്തേക്ക് കടത്തിന് തരുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കുന്നതിന് തുല്യമാണ്. അത് 15 എന്നുള്ളത് 30 ആയി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ക്രെഡിറ്റിലേക്ക് പോയി. അതായത് 30 ദിവസം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ സാധാരണ ടേംസ് ആണ്. അതൊരു 60 ദിവസം എന്ന് പറയുന്ന പീരീഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം തരുന്ന കച്ചവടക്കാരന് അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ എവിടെ നിന്നെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് ഓടിയൊക്കെ എടുത്തിട്ടായിരിക്കും പൈസ റോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കിട്ടാനുള്ള ലാഭം ആ ഇൻട്രസ്റ്റിലേക്ക് എന്താവും, അഡ്ജസ്റ്റ് ആവും. 75 ദിവസം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പൈസയൊന്നും നിങ്ങൾ കടക്കാരന് കൊടുക്കുന്നില്ലെങ്കിൽ ആ ബിസിനസ്സുകാരൻ്റെ പൈസ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ ഏത് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധനം കൊടുത്താൽ അതിന് കറക്റ്റായിട്ട് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് അവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവരുടെ ബിസിനസ് സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഞാൻ ആ പോസ്റ്റർ ഒന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ബിസിനസ്സും കടവും ഇല്ലാണ്ട് എന്തായാലും ബിസിനസ്സൊന്നും നടക്കില്ല. പക്ഷേ പറഞ്ഞ സമയത്തിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് സാധനം തരുന്ന ആൾക്കാർക്കും നിങ്ങൾക്കും അത് നല്ല സമാധാനപരമായ ഇടപാടായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും.